Hi students, 6th semester BSc Mathematics. നമുക്കറിയാം ഇപ്പോൾ നമ്മുടെ സിലബസ് CBCS ആണ്. ഇതിനു മുമ്പേ CBCSS ആയിരുന്നു. അപ്പോൾ ഈ CBCSൽ ഉള്ള സിലബസ് വന്നത് 2017ലാണ്. അപ്പോൾ ആ സിലബസിലെ 6th സെം പരീക്ഷ ആദ്യമായിട്ട് നടന്നത് 2020 മാർച്ചിലാണ്. അപ്പോൾ നമ്മുടെ സൈറ്റിൽ സിലബസിനകത്ത് 6th സെം റിയൽ അനാലിസിസിനകത്ത് സിലബസിനകത്ത് നോക്കുമ്പോൾ ഒരു വ്യത്യാസമുണ്ട്. അതല്ല നിങ്ങളുടെ യഥാർത്ഥ സിലബസ്. ഇതാണ് നിങ്ങൾ സൈറ്റിൽ കാണുമ്പോൾ നിങ്ങൾക്ക് ഈ സിലബസാണ് കാണുന്നത്. 4 മോഡ്യൂളുണ്ട്. ഇങ്ങനെ ഓരോ അവേഴ്സ് കൊടുത്ത് ഇങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ ഇങ്ങനെ നമുക്ക് കാണാം. ഇവിടെ ചെറിയൊരു അവറിൻ്റെ ഒരു പ്രശ്നം വന്നതുകൊണ്ട് ഈ സിലബസ് റിവൈസ് ചെയ്തു. അപ്പോൾ ആ സിലബസ് നമ്മുടെ സിലബസിൻ്റെ കൂടെ അല്ല, അത് കഴിഞ്ഞിട്ട് ഒരു അമെൻമെൻ്റ് ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് സൈറ്റിൽ ആ സിലബസിൻ്റെ കൂടെ താഴെ കാണാം. അത് പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാറില്ല. അപ്പോൾ അത് ശ്രദ്ധിക്കണം. അതാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. നിങ്ങൾ നോക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി. മൊഡ്യൂൾ 1 5.1, 5.2, 5.3, 5.4, 5.6. Module 2 6.1, 6.2, 6.3, 6.4. Module 3 7.1, 7.2, 7.3. Module 4 8.1, 8.2, 9.4. ഇതായിരുന്നു ഒറിജിനലായിട്ട് നമുക്ക് തന്നേക്കുന്നത്. ഇവിടെ അവറിൽ ചെറിയ വ്യത്യാസം വന്നതുകൊണ്ട് കുറച്ച് ഓരോ മോഡ്യൂളിൽ നിന്നും കുറച്ച് ഭാഗങ്ങൾ മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് പുതിയ സിലബസാണ് നമുക്കുള്ളത്. അപ്പോൾ പുതിയ സിലബസ് നമുക്ക് നോക്കാം. ഇപ്പം കണ്ടത് പഴയ സിലബസാണ്. പുതിയ സിലബസ് നോക്കാം. പുതിയ സിലബസിൽ ഇവിടെ മേളിൽ കൊടുത്തിട്ടുണ്ട് പ്രൊപ്പോസ്ഡ് റിവൈസ്ഡ് സിലബസ് BSc മാത്തമാറ്റിക്സ് 6th സെമസ്റ്റർ റിയൽ അനാലിസിസ്. അപ്പോൾ അവിടെ മൊഡ്യൂൾ 1ൽ നമ്മളവിടെ കണ്ട എന്താ 5.1, 5.2, 5.3, 5.4, 5.6. ഇവിടെ വ്യത്യാസം വന്നതെന്ന് വെച്ചാൽ 5.4 എന്ന് പറഞ്ഞ സെക്ഷനിൽ 5.4.1 തൊട്ട് 5.4.8 വരെയുള്ള പാർട്സേ ഉള്ളൂ. അത് കഴിഞ്ഞുള്ള കുറച്ച് ഭാഗം അവോയ്ഡ് ചെയ്തിട്ടുണ്ട്. മൊഡ്യൂൾ 2ൽ നോക്കുകയാണെങ്കിൽ 6.1, 6.2, 6.3, ഒരു 6.4 ഉണ്ടായിരുന്നു, അത് മാറ്റി 6.3 വരെ ഉള്ളൂ. മൊഡ്യൂൾ 3ലാണെങ്കിൽ 7.1, 7.2, 7.3 കംപ്ലീറ്റ് ആയിരുന്നു. അതിലെ 7.3ക്കകത്തെ 7.3.1, 7.3.9 വരെ ഉള്ളൂ. അതിന് ശേഷമുള്ള കുറച്ച് ഭാഗം മാറ്റിയിട്ടുണ്ട്. മൊഡ്യൂൾ 4ൽ നോക്കുകയാണെങ്കിൽ 8.1, 8.2, 9.4 ആയിരുന്നു. അതിലെ 9.4 കംപ്ലീറ്റ് മാറ്റിയിട്ടുണ്ട്. 8.1 കംപ്ലീറ്റ് ഉണ്ട്. എന്നാൽ 8.2 എന്ന് പറഞ്ഞ സെക്ഷനകത്തെ തിയറംസിൻ്റെ പ്രൂഫ്സ് എല്ലാം എക്സ്ക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള ഭാഗമാണ്. അതേപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ വന്നപ്പോൾ നോക്കിക്കേ, ഇവിടെ എസ്സേക്ക് മാത്രം വ്യത്യാസം വന്നു. എസ്സേ നോക്കിക്കേ, എസ്സേ ഓരോ മോഡ്യൂളിൽ നിന്ന് ഓരോ ക്വസ്റ്റ്യൻ ആയിരുന്നു. എന്നാൽ പുതിയ സിലബസിനകത്ത് നോക്കണം, ലാസ്റ്റ് മോഡ്യൂൾ 4th മോഡ്യൂളിൽ നിന്ന് എസ്സേ ഇല്ല, പകരം 3rd മോഡ്യൂളിൽ നിന്ന് 2 എസ്സേ ആണുള്ളത്. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കി പഠിക്കണം. അപ്പം ആദ്യത്തെ മോഡ്യൂളിൽ നിന്ന് ഒരു എസ്സേ, രണ്ടാമത്തെ മോഡ്യൂളിൽ നിന്ന് ഒരു എസ്സേ, മൂന്നാമത്തെ മോഡ്യൂളിൽ നിന്നാണ് 2 എസ്സേ ഉള്ളത്. ഓക്കെ. അപ്പം നമുക്ക് 2020ൽ നടന്ന ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. ഇപ്പം നമ്മുടെ പുതിയ സിലബസ് CBCSൽ 6th സെമസ്റ്ററിൽ നടന്ന ആദ്യത്തെ പരീക്ഷ മാർച്ച് 2020ലാണ്. അതിൻ്റെ റിയൽ അനാലിസിസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇത്. നമ്മൾ ഓരോ മോഡ്യൂളിൻ്റെ ഓരോ സെക്ഷനും വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് നിങ്ങൾ ശരിക്കും കണ്ട് മനസ്സിലാക്കി പഠിക്കുക. ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുകയല്ല, ക്വസ്റ്റ്യൻസ് ജസ്റ്റ് നിങ്ങളെ ഒന്ന് വായിച്ച് കേൾപ്പിക്കുക, അത്രേ ചെയ്യുന്നുള്ളൂ. കാരണം ഇതിൻ്റെ ആൻസേഴ്സൊക്കെ നമ്മൾ നേരത്തെ ക്ലാസ്സിൽ കണ്ടിട്ടുണ്ട്. ഇപ്പം നമുക്കറിയാവുന്നതിൻ്റെ കൂട്ട് പാർട്ട് എയിൽ 12 ചോദ്യമുണ്ട്, 10 എഴുതിയാൽ മതി. പാർട്ട് ബിയിൽ 21 ചോദ്യമുണ്ട്, 9 ചോദ്യമുണ്ട്, 6 ചോദ്യം എഴുതുക. അതേപോലെ തന്നെ പാർട്ട് സിയിൽ 4 ചോദ്യമുണ്ട്, 2 ചോദ്യം എഴുതിയാൽ മതി. പിന്നെ ഇപ്പോൾ നമ്മൾ 5th സെമ്മിൻ്റെ പരീക്ഷയ്ക്ക് കുറച്ച് അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടായിരുന്നു. അതേ രീതി ആയിരിക്കാം 6th സെം. അപ്പോൾ നമുക്ക് 12ൽ നിന്ന് 6 ക്വസ്റ്റ്യൻ എ പാർട്ടിലും 3 മാർക്ക് വീതമാവും. നേരത്തെ 2 മാർക്കായിരുന്നു, അത് 3 മാർക്ക് വീതമാവും. പാർട്ട് ബിയിലാണെങ്കിൽ 9ൽ നിന്ന് 6 ആണ്, അത് 9ൽ നിന്ന് 4 ആക്കി, 5 എന്നുള്ളത് 8 മാർക്കാക്കി. പാർട്ട് സിയിലെ
3 ക്വസ്റ്റ്യൻ വരെ അറ്റൻഡ് ചെയ്യുക. 3 ക്വസ്റ്റ്യൻ നോക്കിയിട്ട് മാക്സിമം 30 മാർക്ക്. അങ്ങനെയാണ് 5th സെം നടന്നത്. അതേപോലെ തന്നെ ആയിരിക്കും 6th സെമ്മിൽ. അടുത്ത വർഷങ്ങളിൽ പഴയ പോലെ തന്നെ ആയിരിക്കും. അപ്പം നമുക്ക് നോക്കാം. പാർട്ട് എയിലെ ഒന്നാമത്തെ ചോദ്യം. Let A a subset of R. If f from A to R is continuous on A, then prove that mod f is continuous on A. വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. നമ്മളത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എന്താണ് എഫ് കണ്ടിന്യൂസ് ആണെങ്കിൽ അതിൻ്റെ ഡെഫിനിഷൻ അനുസരിച്ച് എന്താ, ഏതൊരു എപ്സിലോൺ തന്നാലും ഒരു ഡെൽറ്റ കണ്ടുപിടിക്കാൻ സാധിക്കും. സച്ച് ദാറ്റ് mod f of x minus f of y less than epsilon whenever mod x minus y less than delta. ഇനി മോഡുലസിൻ്റെ ഒരു പ്രോപ്പർട്ടി ഉണ്ട്. മോഡ് എ മൈനസ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഇക്വൽ ടു മോഡ് എ മൈനസ് മോഡ് ബി. ആ പ്രോപ്പർട്ടി വെച്ചിട്ട് നമുക്കിത് പ്രൂവ് ചെയ്യാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഗിവ് ആൻ എക്സാമ്പിൾ ഓഫ് എ ഡിസ്കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഡിഫൈൻഡ് ഓൺ എ ക്ലോസ്ഡ് ഇൻ്റർവൽ സി ബട്ട് നോട്ട് ബൗണ്ടഡ് ഓൺ സി. അപ്പോൾ ഈ ഫംഗ്ഷൻ്റെ പ്രത്യേകത ക്ലോസ്ഡ് ഇൻ്റർവെൽ ഡിഫൈൻ ചെയ്തിരിക്കണം, ബൗണ്ടഡ് ആകരുത്, കണ്ടിന്യൂസും ആകരുത്. അതിൻ്റെ എക്സാമ്പിൾ കണ്ടുപിടിക്കുക. വേണമെങ്കിൽ നമുക്ക് ടാൻ എക്സിൻ്റെ കാര്യം പറയാം. അതേപോലെ തന്നെ ഇതേപോലെ തന്നെ നോക്കിക്കേ, ഡിസ്കണ്ടിന്യൂസ് ആണ്, ബൗണ്ടഡ് ആണ്. ബൗണ്ടഡും ഡിസ്കണ്ടിന്യൂസും ആണെങ്കിൽ ഏതായിരിക്കും? നമ്മുടെ ഡിറിച്ലെറ്റ് ഫംഗ്ഷൻ പറയാം. നമ്മൾ പറഞ്ഞ ടാൻ എക്സ് യഥാർത്ഥത്തിൽ കണ്ടിന്യൂസ് ആണ്, കണ്ടിന്യൂസ് അല്ലാത്തതാണ് ചോദിച്ചത്. കണ്ടിന്യൂസ് അല്ല, ബൗണ്ടഡും അല്ല, പക്ഷെ ക്ലോസ് ഇൻ്റർവെൽ വേണം. അപ്പം നമുക്ക് പറയാം ക്ലോസ്ഡ് ഇൻ്റർവെൽ 0-1 ഒരു ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 1/x വെൻ എക്സ് നോട്ട് ഈക്വൽ ടു 0 ആൻഡ് 0 വെൻ എക്സ് ഈസ് ഈക്വൽ ടു 0. എന്ന് വെച്ചാൽ 0 ആകുമ്പോൾ 0യും 0 അല്ലാതെ 0-1 എന്ന് പറഞ്ഞ ഇൻ്റർവെല്ലിലെ ബാക്കി പോയിന്റ് എല്ലാം 1/x. ആ ഒരു ഫംഗ്ഷൻ എടുക്കുവാണെങ്കിൽ അത് ക്ലോസ്ഡ് ഇൻ്റർവെൽ 0-1 അത് ബൗണ്ടഡ് അല്ല, ഡിസ്കണ്ടിന്യൂസ് ആണ്. കാരണം എന്താ, 0യുടെ അവിടെ കണ്ടിന്യൂറ്റി നഷ്ടപ്പെട്ടു. ഓക്കെ, അപ്പം ഡിസ്കണ്ടിന്യൂസ് ആണ്, ബൗണ്ടഡ് അല്ല. അതിൻ്റെ എക്സാമ്പിൾ ആണ് ഇത്. അങ്ങനെ ഓരോന്നിൻ്റെ എക്സാമ്പിൾ പഠിക്കണം. ഇനി കണ്ടിന്യൂസ് ആണ്, ബൗണ്ടഡ് അല്ല, അതിൻ്റെ എക്സാമ്പിൾ നമുക്ക് എന്താ പറയാം? ഇപ്പം ക്ലോസിൻ്റെ വല്ല കാര്യം പറയുന്നില്ലെങ്കിൽ നമുക്ക് എഫ് ഓഫ് എക്സ് ഇസിക്കൽ എക്സ്, അത് കണ്ടിന്യൂസ് ആണ്, ബൗണ്ടഡ് അല്ല. ഇനിയും ഡിസ്കണ്ടിന്യൂസ് ആണ്, ബൗണ്ടഡ് ആണ്. അങ്ങനെ ഓരോ എക്സാമ്പിൾ പഠിക്കണം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ഡിഫൈൻ മോണോട്ടോൺ ഫംഗ്ഷൻ ഷോ ദാറ്റ് സച്ച് ഫംഗ്ഷൻസ് നീഡ് നോട്ട് ബി കണ്ടിന്യൂസ്. മോണോട്ടോൺ എന്ന് വെച്ചാൽ എന്തോ, ഒന്നുകിൽ ഇൻക്രീസിങ് അല്ലെങ്കിൽ ഡിക്രീസിങ്. ഓക്കെ, മോണോട്ടോൺ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആകണമെന്ന് നിർബന്ധമില്ല. ഫോർ എക്സാമ്പിൾ നമ്മുടെ സ്റ്റെപ്പ് ഫംഗ്ഷൻ നോക്കിയാൽ മതി, അത് കണ്ടിന്യൂസ് അല്ല, പക്ഷെ മോണോട്ടോൺ. ഇനിയും ഫോർത്ത് ക്വസ്റ്റ്യൻ. ലെറ്റ് എഫ് ജി ബി ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻസ് പ്രൂവ് ദാറ്റ് എഫ് മൈനസ് ജി ഈസ് ഓൾസോ ഡിഫറൻഷ്യബിൾ. നമ്മൾ ഓൾറെഡി ആ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ നോക്കിയാൽ മതി. എഫും ജിയും ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ എഫ് പ്ലസ് ജി, എഫ് മൈനസ് ജി, എഫ് ഇൻറ്റു ജി, എഫ് ബൈ ജി വേർ ജി നോട്ട് ഈക്വൽ ടു 0 എല്ലാം ഡിഫറൻഷ്യബിൾ ആണ്. Given that the function f from R to R defined by f of x is equal to x raised to 5 plus 4x plus 3 is invertible, let g be its inverse. Find the value of g dash of 8. ഈ സെയിം ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഡിഫറൻസിയേഷനകത്തെ പോർഷനകത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ചെയിൻ റൂളും കരാത്തി ഓർഡറീസ് തിയറം, ആ ഒരു പോർഷനിൽ നമുക്കത് കാണാം. ഡിഫൈൻ ഇൻക്രീസിങ് ഫംഗ്ഷൻ വിത്ത് പ്രോപ്പർ എക്സാമ്പിൾ. അതായത് എക്സ് ലെസ് ആൻ ഓർ ഈക്വൽ ടു വൈ ആണെങ്കിൽ എഫ് ഓഫ് എക്സ് ലെസ് ആൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് വൈ. അങ്ങനെയാണെങ്കിൽ എഫ് ഇൻക്രീസിങ് ആണ്. ഒരു എക്സാമ്പിൾ എന്താ, എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ്. സെവൻത് ക്വസ്റ്റ്യൻ. ലെറ്റ് എഫ് ആൻഡ് ജി ബി ഫംഗ്ഷൻസ് ഫ്രം ക്ലോസ് ഇൻ്റർവെൽ എ ബി ടു ആർ. ഇഫ് പി ഡാഷ് ഈസ് എ ടാഗ്ഡ് പാർട്ടീഷൻ ഓഫ് എ ബി, ഷോ ദാറ്റ് എസ് ഓഫ് എഫ് പ്ലസ് ജി പി ഡോട്ട് ഈസ് ഈക്വൽ ടു എസ് എഫ് പി ഡോട്ട് പ്ലസ് എസ് ജി പി ഡോട്ട്. ഈ ക്വസ്റ്റ്യൻ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. റെയ്മാൻ ഇൻ്റഗ്രലിനകത്തെ പ്രോപ്പർട്ടീസിനകത്ത് നോക്കിയാൽ മതി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. 8th ക്വസ്റ്റ്യനും 9th ക്വസ്റ്റ്യനും സെയിം ആണ്. ഗീവ് ആൻ എക്സാമ്പിൾ ഓഫ് എ ഫംഗ്ഷൻ വിച്ച് ഈസ് റെയ്മാൻ ഇൻ്റഗ്രബിൾ ഓൺ ഇൻ്റർവൽ എ ബി ഇൻ ആർ ബട്ട് നോട്ട് കണ്ടിന്യൂസ് ഇൻ ക്ലോസ് ഇൻ്റർവൽ എ ബി.
9ാമത്തെ ക്വസ്റ്റ്യൻ അതാ. 0,1ന്റെ കാര്യം. റെയ്മാൻ ഇൻ്റഗ്രൽ ആണ്, പക്ഷേ കണ്ടിന്യൂസ് അല്ല. ഏതാണ്? ഡിറിച്ലെറ്റ് ഫംഗ്ഷൻ. ഇവാലുവേറ്റ് ലിമിറ്റ് എക്സ് സ്ക്വയർ ഇ റൈസ് ടു മൈനസ് എൻ എക്സ്. അത് ലിമിറ്റ് കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ ആണ്. ലാസ്റ്റ് മോഡ്യൂളിലെ ക്വസ്റ്റ്യൻ ആണ്. ഡിഫൈൻ യൂണിഫോം നോം of a bounded function phi from a to r. State a necessary and sufficient condition for uniform convergence of a sequence of bounded function sequence fn on a subset of r. അപ്പോൾ യൂണിഫോം നോം എന്താണ്? ഒരു ഈഫ് ആൻഡ് ഓൾ ഇഫ് തിയറം നമ്മൾ ലാസ്റ്റ് മോഡ്യൂളിൻ്റെ പ്രത്യേകത ചെറിയൊരു മോഡ്യൂളാണ്. അതിൽ നിന്ന് എസ് എ ക്വസ്റ്റ്യൻ ഇല്ല. പാർട്ട് എയിൽ നിന്ന് 3 ചോദ്യം, പാർട്ട് ബിയിലെ ചോദ്യം മാത്രമേ ഉള്ളൂ. അതിൽ തന്നെ 2 സെക്ഷനുണ്ട്. രണ്ടാമത്തെ സെക്ഷനിൽ പ്രൂഫ് പോലും ഇല്ല, തിയറം മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ലാസ്റ്റ് മോഡ്യൂൾ പഠിക്കുകയാണെങ്കിൽ അതിൻ്റെ തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഫസ്റ്റ് സെക്ഷനിലെ തിയറം പ്രൂഫ് പഠിക്കണം. ലെമ്മ ഉണ്ട്, ഈ ലെമ്മയാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. അതിനുശേഷം എക്സസൈസും എക്സാമ്പിൾ ക്വസ്റ്റ്യൻസും അത് പഠിക്കണം. 12th ക്വസ്റ്റ്യനും അതേപോലെ തന്നെ മോഡ്യൂൾ 4ലെ ക്വസ്റ്റ്യൻ ആണ്. ഇഫ് എ ഗ്രേറ്റർ ദാൻ 0 ഷോ ദാറ്റ് ലിമിറ്റ് എ ടു പൈ sin nx by nx dx ഈസ് ഇക്വൽ ടു 0. അപ്പോൾ എ എന്ന് വെച്ചാൽ ഒരു പോസിറ്റീവ് നമ്പറാണ്. അപ്പോൾ ഇൻ്റഗ്രൽ എ ടു പൈ sin nx by nx dx 0 ആണെന്ന് കാണിക്കാനുള്ള ക്വസ്റ്റ്യൻ. പാർട്ട് ബിയിലെ ചോദ്യം ഡിഫൈൻ തോമൈസ് ഫംഗ്ഷൻ ഓൺ ക്ലോസ്ഡ് ഇൻ്റർവൽ 0 ഇൻഫിനിറ്റി ഷോ ദാറ്റ് ഇറ്റ് ഈസ് കണ്ടിന്യൂസ് പ്രിസൈസ്ലി അറ്റ് ദ ഇറാഷണൽ പോയിൻറ്റ്സ് ഇൻ 0 ഇൻഫിനിറ്റി. തോമൈസ് ഫംഗ്ഷൻ എന്താണെന്നും അത് ഇറാഷണലിൽ മാത്രമേ കണ്ടിന്യൂസ് ഉള്ളൂ, റാഷണലിൽ കണ്ടിന്യൂസ് അല്ല എന്നൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. നമ്മൾ കണ്ടിന്യൂറ്റി ക്രൈറ്റീരിയ ഒക്കെ ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. സീക്വൻസ് വെച്ചിട്ട് ഒരു റാഷണൽ നമ്പർ എടുത്തു, അതിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന ഇറാഷണൽ സീക്വൻസ്, ഒരു ഇറാഷണൽ നമ്പർ എടുത്തു, അതിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന റാഷണൽ സീക്വൻസ്, അതൊക്കെ വെച്ചാണ് നമ്മൾ ചെയ്യുന്നത്. മൊഡ്യൂൾ 1ലെ വീഡിയോക്കകത്ത് വിശദമായിട്ട് ഫസ്റ്റ് സെക്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഡിഫൈൻ ജി ഫ്രം ആർ ടു ആർ ബൈ g of x is equal to 2x, x rational, and x plus 3 if x irrational. Find all points at which g is continuous. g continuous ആവുന്ന പോയിന്റ്സ്. അപ്പം നമ്മൾ നോക്കുമ്പോൾ ഇവിടെ നമ്മൾ 2x ഈസ് ഇക്വൽ ടു എക്സ് പ്ലസ് 3 കൊടുക്കുക. അപ്പോൾ എന്നാ കിട്ടും? എക്സ് ഈസ് ഇക്വൽ ടു 3 എന്ന് കിട്ടും. അപ്പോൾ എക്സ് ഈസ് ഇക്വൽ ടു 3ലാണ് അത് കണ്ടിന്യൂസ്. സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് ബോൾസാനോ ഇൻ്റർമീഡിയറ്റ് വാല്യൂ തിയറം. അത് പഠിക്കുക. നമുക്ക് ഒത്തിരി നെയിംഡ് തിയറം ഉണ്ട്. അത് സ്റ്റേറ്റ്മെൻറ്റും പ്രൂഫും വിശദമായിട്ട് പഠിക്കുക. ഞാനൊന്നും ഡിസ്കസ് ചെയ്യുന്നില്ല, കാരണം ഈ കാര്യങ്ങളെല്ലാം ഞാൻ ഓരോ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. 4 മോഡ്യൂളിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എൻ്റെ ചാനലിനകത്ത് ഒന്നുകിൽ പ്ലേലിസ്റ്റിനകത്ത് കയറി അനാലിസിസ് നോക്കിയാൽ മതി. അതിനകത്ത് 5th സെം 6th സെം പോർഷൻ ഉണ്ട്. അപ്പോൾ 6th സെമ്മിൽ നമുക്ക് കണ്ടിന്യൂറ്റി, ഡിഫറൻഷ്യബിലിറ്റി, റെയ്മാൻ ഇൻ്റഗ്രൽ, ലാസ്റ്റ് മോഡ്യൂൾ സീക്വൻസ് ആൻഡ് സീരീസ് ഓഫ് ഫംഗ്ഷൻ, അത്രയും കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അത് നോക്കിയാൽ മതി. സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് ചെയിൻ റൂൾ ഓഫ് ഡിഫറൻസിയേഷൻ, സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ഫോർ എക്സ്ട്രീമ, ഇവാലുവേറ്റ് ദ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് സൈൻ എക്സ് ദ ഹോൾ റൈസ് ടു എക്സ്, എക്സ് എലമെൻറ്റ് ഓഫ് 0 പൈ, ലിമിറ്റ് കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ എല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. If f is continuous on closed interval ab, then the indefinite integral defined by capital F of z is equal to integral a to z f of z for all z element of ab is differentiable on ab, and f dash of xi is equal to small f of x for all x element of ab. ക്വസ്റ്റ്യൻ നമ്മൾ ഓൾറെഡി അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്, അത് നോക്കുക. ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. വാലുവേറ്റ് ഇൻ്റഗ്രൽ 1 to 4 റൂട്ട് ഓഫ് 1 പ്ലസ് റൂട്ട് ടി ബൈ റൂട്ട് ടി ഡി ടി. റൂട്ട് ടിക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് ചെയ്യാം. ചെക്ക് ദ യൂണിഫോം കൺവേർജൻസ് ഓഫ് ജി എൻ വേർ ജി എൻ ഓഫ് എക്സ് ഇസിക്കൽ എക്സ് സ്ക്വയർ പ്ലസ് എൻ എക്സ് ബൈ എൻ. ഈ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. പാർട്ട് സി എസ് എ ക്വസ്റ്റ്യൻ ആണ്. സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് കണ്ടിന്യൂസ് എക്സ്റ്റൻഷൻ തിയറം. അടുത്ത എന്താ? ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ് ക്ലോസ്ഡ് ഇൻ്റർവൽ ഈസ് യൂണിഫോമിലി കണ്ടിന്യൂസ്. 23ാമത്തെ ക്വസ്റ്റ്യൻ എൽ ഹോസ്പിറ്റൽ റൂൾ 1 സ്റ്റേറ്റ് ആൻഡ് പ്രൂവ്. അതേപോലെ തന്നെ എൽ ഹോസ്പിറ്റൽ റൂൾ 2 പഠിക്കണം. പിന്നെ എൽ ഹോസ്പിറ്റൽ റൂൾ വെച്ച് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ആണ്. യൂസിങ് ദിസ് ഫൈൻഡ് ദ ഫോളോയിങ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് ടാൻ എക്സ് മൈനസ് എക്സ് ബൈ എക്സ് ക്യൂബ്
അതേപോലെ തന്നെ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് ലോഗ് കോസ് എക്സ് ബൈ എക്സ്. അടുത്ത ക്വസ്റ്റ്യൻ, സപ്പോസ് ദാറ്റ് എഫ് ഫ്രം എ ബി ടു ആർ ആൻഡ് ദാറ്റ് എഫ് ഓഫ് എക്സ് ഈസ് ഇക്വൽ ടു 0 except for a finite number of points c1, c2, etc. cn in closed interval ab. Prove that f element of R of ab and integral a to 0 f equal to 0. അപ്പോൾ ഇവിടെ പറഞ്ഞേക്കുന്നതെന്ന് വെച്ചാൽ എഫ് ഓഫ് എക്സ് ഈസിക്കൽ ടു 0 ആണ്, എക്സെപ്റ്റ് ഫോർ ഫൈനൈറ്റ്, കുറച്ച് പോയിന്റ്സിൽ ഒഴിച്ച് ബാക്കി എല്ലായിടത്തും 0. അങ്ങനെയാണെങ്കിൽ എഫ് റെയ്മാൻ ഇൻ്റഗ്രൽ ആയിരിക്കും, ആ ഇൻ്റഗ്രൽ വാല്യൂ 0 ആണ്. ഇനി അതേ ഐഡിയ വെച്ച് നോക്കിയേ, എഫ് ഓഫ് എക്സ് ഈസിക്കൽ ടു ജി ഓഫ് എക്സ് ആണ് എക്സെപ്റ്റ് ഫോർ ഫൈനൈറ്റ് നമ്പർ ഓഫ് പോയിന്റ്സ്. അങ്ങനെയാണെങ്കിൽ എഫ് റെയ്മാൻ ഇൻ്റഗ്രൽ ആണ്, ജി റെയ്മാൻ ഇൻ്റഗ്രൽ ആണ് തന്നിട്ട്. ഇനി ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഈസിക്കൽ ഇൻ്റഗ്രൽ എ ടു ബി ജി. ഇത് യഥാർത്ഥത്തിൽ എക്സസൈസ് ക്വസ്റ്റ്യൻ ആണ്, അത് ചെയ്ത് നോക്കിയാൽ അത് എളുപ്പമാണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് ദ കോഷി ക്രൈറ്റീരിയ ഫോർ റെയ്മാൻ ഇൻ്റഗ്രലിറ്റി ഓഫ് എ ഫംഗ്ഷൻ എഫ് ഫ്രം എ ബി ടു ആർ. ചെക്ക് ദ റെയ്മാൻ ഇൻ്റഗ്രലിറ്റി ഓഫ് എ ഡിറിച്ലെറ്റ് ഫംഗ്ഷൻ. ഈ രണ്ട് ക്വസ്റ്റ്യൻ നമ്മൾ ഓൾറെഡി ഡിസ്കസ്